KS ചിത്ര എന്ന് കേട്ടാൽ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചിത്രയുടെ ചിരി കണ്ടാൽ തന്നെ മനസ്സും നിറയും. മുഖത്ത് ഒരു ചെറു ചിരി പോലും ഇല്ലാത്ത മലയാളത്തിന്റെ പ്രിയ ഗായികയുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് KS ചിത്ര. ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്ര ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്ര. 1979 MG രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചിത്ര തന്റെ 37ാം വിവാഹ വാർഷികം ആഘോഷമാക്കിയത്. ഇപ്പോഴത്തെ ചിത്രയും ഭർത്താവും മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ മാല ചാർത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇവരുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുവരും വീണ്ടും മാല ചാർത്തിയതാണെന്നും സന്തോഷത്തോടെയും ഒത്തൊരുമയോടു കൂടിയും ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കട്ടെ എന്നും പലരും ആശംസിക്കുന്നുണ്ട്. 1987 KS ചിത്രയുടെ വിജയ് ശങ്കറിന്റെ വിവാഹം. പിന്നീട് 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് മകൾ നന്ദന പിറന്നു. മകളുടെ വരവിനു ശേഷം ചിത്രയുടെ ലോകം കുഞ്ഞായിരുന്നു. എന്നാൽ 2011 ഏപ്രിൽ 14 ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽക്കുളത്തിൽ വീണ് നന്ദന മരിച്ചു. മകളുടെ മരണം തളർത്തിയപ്പോഴും ചിത്രയ്ക്കായി കരുത്തായി എപ്പോഴും കൂടെ നിന്നത് ഭർത്താവായിരുന്നു. ഇരുവർക്കും വിവാഹ വാർഷിക ആശംസകൾ പങ്കുവച്ച് രഞ്ജിനി ഹരിദാസും എത്തിയിരുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു. ദമ്പതികളാകുകയും ഇന്ന് അവർ വിവാഹിതരായതിന്റെ 37ാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്റെ പൂച്ച ചേച്ചിയും വിജയൻ ചേട്ടനും ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു. നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ധ്രുവങ്ങളിലായി വേറിട്ട് നിൽക്കുന്നു. ചുറ്റും പ്രചോദിപ്പിക്കുന്ന സമയത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു വിജയകരമായ സംയോജനമാണ് നിങ്ങൾ. എന്റെ ജീവിതത്തിൽ നിങ്ങളെ രണ്ടുപേരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് ശാന്തമായ സ്നേഹശക്തിയായും മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമി പോലെയും. നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി, വിജയൻ ചേട്ട എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് രഞ്ജിനി ഹരിദാസ് കുറിച്ചത്. എന്നും നിറചിരിയോടെ മാത്രമേ സംഗീത ആസ്വാദകർക്ക് ചിത്രയെ കണ്ടിട്ടുള്ളൂ. അടുത്തിടെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് അറിയാത്ത ആളാണെങ്കിൽ പോലും ആരെങ്കിലും മുഖത്ത് നോക്കിയാൽ ചിരിക്കും എന്ന് ചിത്ര എത്ര വിനയത്തോടെയാണ് പറഞ്ഞത്. തന്റെ ഈ സ്വഭാവത്തിന്റെ പേരിൽ അമ്മ പറഞ്ഞ വഴക്കും ഗായിക ഓർമ്മിച്ചു. അമ്മയുടെ വഴക്ക് പേടിച്ച് സംഗീത ജീവിതത്തിന്റെ ആരംഭകാലത്ത് സ്റ്റേജിൽ പാടുമ്പോൾ ചിരി അടക്കി പിടിച്ച് ആരെയും നോക്കാതെ പാട്ടുപുസ്തകത്തിൽ മാത്രം നോക്കി പാടിയ ചിത്ര ഇപ്പോൾ ചിന്തിക്കുന്നത് നേരെ തിരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ചിത്രയുടെ സംസാരവും വീഡിയോകളും ഒക്കെ ഒരു ചെറുചിരിയോടെ അല്ലാതെ പ്രേക്ഷകർക്കും കണ്ടു തീർക്കാനാവില്ല. തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി, ബംഗാളി, അസാമീസ് ഭാഷകളിലുമായി 25,000-ത്തിലധികം സിനിമാ ഗാനങ്ങൾ ചിത്രാമ്മ പാടിയിട്ടുണ്ട്. ഇതിനു പുറമെ 7,000-ത്തിലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 6 തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2005 ചിത്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം ചിത്രയെ ആദരിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.